വെക്കണമെങ്കിൽ ഒരു 2 lakhs. അതാണോ? അതാണോ? ഇതിനകത്ത് നിർത്തിവെക്കുന്നോ? ഇത് 2 lakhs. 20 seconds remaining. സവർണ്ണ ആവാൻ സാധ്യത. സവർണ്ണ ആവാനാണ് സാധ്യത. വലിയ Time over. ആലിയ സന്താന എന്ന കാനറീസിലെ സാമൂഹിക വ്യവസ്ഥ മലയാളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതാണ് ചോദ്യം. മരുമക്കത്തായത്തിൽ 6 ലക്ഷം, മക്കത്തായം 4 ലക്ഷം, തറവാട് 2 ലക്ഷം, സവർണ എല്ലാം എന്ന് പറയുന്നത് ഞാൻ കേട്ടു, അതിലൊന്നും വെച്ചിട്ടില്ല. ഗസ് ആണോ? വീണ്ടും ഗസ് ആണ്. വീണ്ടും ആ 12 ലക്ഷം സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട് മരുമക്കത്തായത്തിൽ 6 ലക്ഷം വെച്ചിരിക്കുന്നത്? മരുമക്കത്തായമാണ് ശരിയെന്നാണ് ഒരു വിശ്വാസം. പക്ഷെ മരുമക്കത്തായത്തിൽ നിന്ന് ലാസ്റ്റ് മിനിറ്റിൽ ഐ സോ യു മൂവ് 2 ലക്ഷം അതിൽ നിന്ന് തറവാട്ടിലേക്ക് വെച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം തറവാട്. ഒരു ചെറിയ ഡൗട്ട്. അതിനിപ്പോ ശരിയാണെങ്കിൽ അതിൽ 2 ലക്ഷം മാത്രമേ ഉള്ളൂ. തറവാട്ടിലേക്കല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിലാണത്. ചെറിയൊരു ഡൗട്ട്. തറവാടാണ് എങ്കിൽ 4ാമത്തെ റൗണ്ടിലേക്ക് കിടക്കാമല്ലോ തറവാടാണ് എങ്കിൽ. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. മരുമക്കത്തായത്തിൽ 6 ലക്ഷം, മക്കത്തായം 4 ലക്ഷം, തറവാടിൽ 2 ലക്ഷം, സവർണ ഒന്നും വെച്ചിട്ടില്ല. ചിലപ്പോൾ സവർണയാവാം, പക്ഷേ സവർണയിൽ സാധ്യത എനിക്ക് ഒട്ടും തോന്നുന്നില്ല. സാധ്യത തീരെ തോന്നുന്നില്ല. ഇതിൽ സാധ്യത തോന്നിയില്ലല്ലോ. പറയണ്ട. തറവാട് എനിക്ക് ചെറിയ സംശയമുണ്ട്. സാരമില്ല, അഥവാ ഇനി ഇതാണേലും പ്രശ്നമില്ലല്ലോ. ഡിസ്കഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ? ക്വിക്ക് ചേഞ്ചും ഇല്ല, തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോ ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇപ്പൊ കോംപ്രമൈസ് ചെയ്തതാണ്. മരുമക്കത്തായം 6 ലക്ഷം ഏറ്റവും വലിയ തുക അതിലാണ്. മക്കത്തായത്തിൽ 4 ലക്ഷം, തറവാടിൽ വെറും 2 ലക്ഷം, സവർണയിൽ ഒന്നും ഇല്ല. ടോപ്പ് ഓർ ഡ്രോപ്പ്? അടുത്ത റൗണ്ടിലോട്ട് കേറാനുള്ള തറവാട് 2 ലക്ഷം, മരുമക്കത്തായം 6 ലക്ഷം. ഒന്നെങ്കിൽ 6 ലക്ഷം അടുത്ത ചോദ്യത്തിലേക്ക്, അല്ലെങ്കിൽ 2 ലക്ഷവുമായി അടുത്ത ചോദ്യത്തിലേക്ക്. ടോപ്പ് ഓർ ഡ്രോപ്പ്? മരുമക്കത്തായമാണ് കറക്റ്റ് ആൻസർ. കന്നഡയിൽ അലിയ സന്താന എന്ന് പറയും, മലയാളത്തിൽ മരുമക്കത്തായം എന്ന് പറയും. ഓൾറൈറ്റ്, 6 ലക്ഷവുമായി 4ാമത്തെ ചോദ്യത്തിന് മുമ്പേ വീണ്ടും പ്രേക്ഷകർക്കായി ആൻസർ ഓപ്ഷൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓപ്ഷൻ എ കൈകൊട്ടിക്കളി, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി തെയ്യം ആൻഡ് ഓപ്ഷൻ ഡി കഥകളി. ചോദ്യം ഇതാണ്: സ്ത്രീകൾ കൈയടിച്ച് അവതരിപ്പിക്കുന്ന പരമ്പരാഗത കലാരൂപം ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: എ കൈകൊട്ടിക്കളി, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, സി തെയ്യം ആൻഡ് ഡി കഥകളി. SMS ഐക്കണിന്റെ ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS ഐക്കണിന്റെ നമ്പർ 58585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് SMS അയക്കാനുള്ള സമയമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് www.sunnetwork.in/1crore. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. സോ സെൻഡ് യുവർ SMS. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. തുടർന്ന് നമ്മുടെ എല്ലാ എപ്പിസോഡുകളും മറക്കാതെ കാണുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ശരിയായ ആൻസേഴ്സ് നൽകുക. ഒരുപക്ഷെ നാളെ 1 കോടി നേടുന്ന മത്സരാർത്ഥി നിങ്ങളാവാം. ഗെയിം പൊസിഷൻ നോക്കാല്ലേ? ഓൾറൈറ്റ്, ലെറ്റ്സ് സീ. 6 ലക്ഷം ഉണ്ട് ഇപ്പോഴും. 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 4th question is next.
ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഇത്രയും ചെറിയ amount ആയിട്ട് നിങ്ങൾ മത്സരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ആൻസർ ഓപ്ഷൻ കുറയ്ക്കാൻ പോവാണ്. ലെറ്റ്സ് കട്ട് ഓഫ് വൺ ആൻസർ ഓപ്ഷൻ. 3 ആൻസർ ഓപ്ഷൻസ് ആണ് ഇപ്പോഴുള്ളത്. യു ക്യാൻ സ്പ്ലിറ്റ് യുവർ മണി ഇൻടു 2. ഒരു ആൻസർ ഓപ്ഷൻ എപ്പോഴും ഫ്രീ ആക്കി വിടണം എന്ന് പറഞ്ഞ് ഓർക്കണ്ടല്ലോ. Are you ready? Ready. 6 ലക്ഷം. നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിന്റെ കാറ്റഗറീസ് ഇതാണ്. കേരളം അളവുകൾ. കേരളം എടുക്കുന്നല്ലേ നല്ലത്? കേരളം എടുക്കാം. അളവുകൾ കൺഫ്യൂഷൻ വരും. ഓക്കേ, കേരളം സെലക്ട് ചെയ്തു. കേരളം. ഓക്കേ, കേരളം is the select category. Answer options. 1965, 1957, 1952. ചോദ്യം ഇതാണ്. ഏത് വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? ആൻസർ ഓപ്ഷൻസ് ഇതാണ്. 1965, 1957, 1952. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കും. സമയം ആരംഭിച്ചിരിക്കുന്നു. 1957. ഓക്കേ. ഡൗട്ടില്ലല്ലോ? ഇല്ല, നോ ഡൗട്ട്. ഗ്യാരണ്ടി. ഇവിടെ ആഗ്രഹം പോലെ 5ാമത്തെ റൗണ്ടിലേക്ക് കടന്നു. ഇത് പ്രതീക്ഷിക്കാം. 50 seconds remaining. ഉറപ്പാണോ? ടൈമർ സ്റ്റോപ്പ് ചെയ്യട്ടെ? ടൈമർ സ്റ്റോപ്പ് ചെയ്യട്ടെ? നോ പ്രോബ്ലം. സ്റ്റോപ്പ് ദ ടൈമർ പ്ലീസ്. 1965 ഒന്നുമില്ല. 1957 6 ലക്ഷം വെച്ചിരിക്കുന്നു. 1952 ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഓഫർ ചെയ്യാനില്ല, ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യു സീം വെരി കോൺഫിഡന്റ്. ഏത് വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? ഇതാണ് ചോദ്യം. വളരെ കോൺഫിഡന്റ് ആണോ? അതെ. ഓൾറെഡി പറയുന്നത് കേട്ടു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോന്നു. 5ാമത്തെ ചോദ്യത്തിലേക്ക് 6 ലക്ഷവുമായി പോന്നു. നിങ്ങൾ എന്നെ ഡിക്ലെയർ ചെയ്തു. ഓക്കേ, എത്രയും പെട്ടെന്ന് അറിയുക. ടോപ്പ് ഓർ ഡ്രോപ്പ്? ടോപ്പ്. ആറ് ലക്ഷം ഇവർക്ക് കിട്ടുമോ ഇല്ലെങ്കിൽ കളിയിൽ നിന്ന് പുറത്താവുമോ? ബ്രേക്കിന് ശേഷം കാണാം. ലെറ്റ്സ് ഗോ ഫോർ എ ബ്രേക്ക് ഓൺ വിവൽ. കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ. കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. 4ാമത്തെ ചോദ്യത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യനും സുഷ്മയും നിൽക്കുന്നത്. ചോദ്യം വാസ് ദിസ്: ഏത് വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ആൻസർ ഓപ്ഷൻസ് ഇതായിരുന്നു. 1965 അതിലൊന്നും വെച്ചിട്ടില്ല. 1957 കയ്യിലുണ്ടായിരുന്ന എല്ലാ 6 ലക്ഷവും അതിലാണ് വെച്ചിരിക്കുന്നത്. 1952 ഒന്നും വെച്ചിട്ടില്ല. 1957 വളരെ കോൺഫിഡന്റ് ആണ് മിസ്റ്റർ സെബാസ്റ്റ്യൻ എസ്പെഷ്യലി. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. വളരെ ഷുവർ ആണ്. 1957 1957 6 ലക്ഷം വെച്ചിരിക്കുന്നത്. ശരിയാണെങ്കിൽ അടുത്ത ചോദ്യം, അല്ലെങ്കിൽ അടുത്ത ചോദ്യം ഉണ്ടാവില്ല. ഒബ്വിയസ്ലി ഉണ്ടാവും. ടോപ്പ് ഓർ ഡ്രോപ്പ്? സ്നേഹം വരുമ്പോ ഭാര്യ എന്താണ് ചെയ്യാറ്? ഇങ്ങനെ അടിക്കാറാണോ? ഒന്നും പറയാൻ പറ്റില്ല. തോന്നുന്നതൊക്കെ ചെയ്യും. അതോ ആക്യുപങ്ക്ചർ ചെയ്യും? നീഡിൽസ് ഒക്കെ എടുത്ത് നല്ലതുണ്ട്. അത് മാത്രമേ പേടിയുള്ളൂ. സഹിക്കാൻ വയ്യാത്ത. നുള്ളോ? ദൈവമേ, ചെറിയ കുട്ടികളെ ചെയ്യുന്ന പോലെ. അത് മാത്രമേ പേടിയുള്ളൂ. അവൻ ഭാര്യ ഭയങ്കര പേടിയാണ് എനിക്ക്. ഭയങ്കര പേടിയാ അല്ലേ? റേക്കി ചികിത്സയെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ തരൂ. എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? മിക്കാവോ ഉസുയി എന്നൊരു ജപ്പാൻ മിഷണറിയാണ് റേക്കിയുടെ സ്ഥാപനം. അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ആയിട്ട് കിട്ടിയതാണിത്. അത് പിന്നീട് അമേരിക്കയിലെത്തി, അമേരിക്ക വഴി ഇന്ത്യയിലെത്തി. 1988 ഇന്ത്യയിൽ എത്തിയത്. ഇപ്പം ഇന്ത്യയിൽ വളരെ സ്ഥലങ്ങളിൽ പ്രചാരത്തിലെത്തിയിട്ടുണ്ട്.
ഞാൻ റേക്കി മാസ്റ്ററാണ്. ഞാനും റേക്കി ധാരാളം ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ലെവലിലാണ് ഇപ്പം ഏത് ലെവൽ വരെ പഠിച്ചു? 4ാമത്തെ ഡിഗ്രിയിലാണ് റേക്കി മാസ്റ്റർ ഹീലർ ഡിഗ്രി വരുന്നത്. ഓക്കെ. മാസ്റ്റർ ഹീലർ ഡിഗ്രി വരുന്നതിന് ശേഷം ഒരുപാട് ആളുകളെ റേക്കി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾ റേക്കി പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഹീലിങ്ങിന് വേണ്ടിയിട്ടും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി പല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്റ്റന്റ് ഹീലിംഗ് സെൽഫ് ഹീലിങ്ങിന് വേണ്ടി ഡിസ്റ്റന്റ് ഹീലിംഗ് ഉണ്ട്. ഡിസ്റ്റന്റ് ഹീലിംഗ് പഠിപ്പിക്കുന്നുമുണ്ട്. ഇത് മാനസികമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ അതോ? മാനസികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല, ശരിക്കും എനർജി ട്രീറ്റ്മെന്റ് ആണ്. നമ്മളുടെ ജീവൻ, ഓരോ ആളുടെ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരുടെ ജീവനാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ജീവശക്തിയെ വർദ്ധിപ്പിക്കുക. അത് വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ മെഡിസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവരുടെ രോഗം മാറുകയാണ് ചെയ്യുന്നത്. ആ ജീവശക്തിയുടെ പ്രവാഹത്തിന് തടസ്സം വരുമ്പോഴാണ് രോഗം എന്നാണ് ഇതിലെ കൺസെപ്റ്റ്. ജീവശക്തിയെ കൂടിയ അളവിൽ പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ജീവശക്തിയെ, ഒരിക്കലും ഒരു റേക്കി ഹീലറുടെ ശരീരത്തിൽ നിന്നല്ല ജീവശക്തി അങ്ങോട്ട് കൊടുക്കുന്നത്. പ്രകൃതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ കൂടിയ അളവിൽ രോഗിയുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൽ കീ സ്റ്റാൻഡ്സ് ഫോർ എനർജി. യെസ്, കീ ഈസ് ആക്ച്വലി ചി. ചൈനയിൽ ചി ആണ്. ഞാൻ ജിക്കിഡൻ റേക്കി പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് റേക്കി. അപ്പം റീസെൻ്റ്ലി ലാസ്റ്റ് ഇയർ ആണ് ഞാൻ അത് പഠിച്ചത്. ഇപ്പം എൻ്റെ ടീച്ചർ ഞാൻ പഠിച്ചത് ഒറിജിനൽ ജപ്പാനിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റേക്കിയാണ്. അതിനുള്ള പേരാണ് ഈ ജിക്കിഡൻ റേക്കി. അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതിൽ 100ഓളം ഫോംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ വെസ്റ്റേണൈസേഷൻ വന്നതിന് ശേഷം ഡയറക്റ്റ് കോൺടാക്ട് റേക്കി ഉണ്ട്, കോൺടാക്ട് ഇല്ലാത്ത റേക്കി ഉണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏതാണ്? വിത്ത് ടച്ച് ആണോ? രണ്ടും ഉണ്ട്. മിക്കാവോസിയുടെ അതേ ലീനേജിൽ തന്നെ ഉള്ള ഇതാണ്. അതിലെ 8ാം പരമ്പരയിലാണ് ഞാൻ പറ്റുക. ഓൾറൈറ്റ്, പ്രേക്ഷകർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ കൈകൊട്ടിക്കളി, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി തെയ്യം ആൻഡ് ഓപ്ഷൻ ഡി കഥകളി. ചോദ്യം: സ്ത്രീകൾ കൈയടിച്ച് അവതരിപ്പിക്കുന്ന പരമ്പരാഗത കലാരൂപം ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഐ എം റിപ്പീറ്റിംഗ്. ഓപ്ഷൻ എ കൈകൊട്ടിക്കളി, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി തെയ്യം ആൻഡ് ഓപ്ഷൻ ഡി കഥകളി. SMS അയക്കേണ്ട ഫോർമാറ്റ് ഇതാണ്: AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ 58585. SMS അയക്കാൻ നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ സമയമുണ്ട്. സോ സ്റ്റാർട്ട് സെൻഡിങ് യുവർ SMSs റൈറ്റ് നൗ. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, www.sunnetwork.in/1crore. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മുടെ എല്ലാ എപ്പിസോഡുകളും കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുക. ആൻഡ് ഒരു പക്ഷേ നാളെ 1 കോടി നേടുന്ന മത്സരാർത്ഥി നിങ്ങളാവാം. 6 ലക്ഷം രൂപ ഇപ്പോഴും സുരക്ഷിതമായുണ്ട്. താങ്ക് ഗോഡ് അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയ ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. നല്ല ഉറപ്പുള്ള ആൻസർ. ആദ്യം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നുവെങ്കിൽ വലിയൊരു അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണ്ടായിരുന്നു അല്ലേ? ഓൾറൈറ്റ്, ഓക്കേ. 5th question before that table. ഇതിഹാസങ്ങൾ വർഷങ്ങൾ. ഇതിഹാസങ്ങൾ സെലക്ട് ചെയ്യാം. അത് വർഷങ്ങൾ നമുക്കറിയത്തില്ല, കൺഫ്യൂഷൻ വരും അല്ലേ? ഇതിഹാസങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇതിഹാസങ്ങൾ. ഓക്കേ, ലെറ്റ്സ് സീ. ഇതിഹാസങ്ങൾ. ആൻസർ ഓപ്ഷൻസ് 18, 16, 20. ചോദ്യം: ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? ഇതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻസ് 18, 16, 20. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. 50 seconds remaining. 40 seconds remaining. ഇഷ്ടം പോലെ ചെയ്തു. 2 വെക്കുന്നുള്ളൂ. 30 seconds remaining. അവിടെ ഇരിക്കും. വേണമെങ്കിൽ മാറ്റിക്കോ. 20 seconds remaining. 20 seconds ഉണ്ട്. നടക്കൂടെ ആലോചിക്കുക. 10. വേണമെങ്കിൽ മാറ്റിക്കോ. മാറ്റിയിട്ട് പിന്നെ പ്രശ്നമാവും. Time over.
18 എന്ന ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം, 16 ആൻസർ ഓപ്ഷനിൽ 4 ലക്ഷം, 20-ൽ ഒന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ കൈ കാണിച്ചിട്ട് ടച്ച് ചെയ്യാൻ പറഞ്ഞത് ഞാൻ കണ്ടു. എന്താണത്, ഇങ്ങനെയാണോ എന്ത് കാണിക്കുന്നത്? ചെയ്യും ഒട്ടും അറിയില്ല, അതൊരു ഗസ്. ജസ്റ്റ് ഒരു ഗസ്സാ. തന്നെയാണ്. എന്നാ 16-ൽ 4 ലക്ഷം വെക്കാൻ കാരണം? ടച്ച്. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. 18 ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം, 16-ൽ 4 ലക്ഷം, 20-ൽ ഒന്നുമില്ല. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? ഇതാണ് ചോദ്യം. വിജയദശമിയുടെ ദിവസം എപ്പോഴും ചെറുപ്പത്തില് എൻ്റെ അച്ഛനും അമ്മയും 1-2 വരി, അച്ഛനാണ്, അച്ഛൻ കണ്ണൂരിൽ നിന്നാണ്, അച്ഛൻ നല്ല ദൈവവിശ്വാസിയാ, എപ്പോഴും 1-2 വരികൾ എപ്പോഴും ഭഗവത്ഗീതയുടെ വായിപ്പിക്കാറുണ്ട് എല്ലാ വിജയദശമിയും. അറിയാമല്ലോ ഡ്രോപ്പ് ആകുന്നതിന് മുമ്പ്. I don't know. ഓക്കെ, നമ്മളെ പോലെ തന്നെ അതെ, നിങ്ങളെ പോലെ തന്നെ ഞാനും ഇതായിരുന്നു ചെയ്യാ. ഗസ് ചെയ്ത് നിൽക്കുക. ഇതും ചെയ്യുമായിരുന്നു. ഇതും ഓ ചെയ്യാ. വെരി ഗുഡ്. നമ്മുടെ സൈഡിൽ ഫേമസ് ആയിരുന്നതാ. അതെ അതെ, Famous അല്ലേ? പഠിക്കുന്ന കാലത്തൊക്കെ പക്ഷേ ചിലപ്പോൾ റിസൾട്ട് കിട്ടാറുണ്ട്. 18-ൽ 2 ലക്ഷം, 16-ൽ 4 ലക്ഷം, 20-ൽ ഒന്നുമില്ല. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഇതിന് ടെൻഷൻ ഇതാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ടെൻഷൻ ഇല്ല. നിനക്കുണ്ടോ? ഇച്ചിരി. ഇത് ഡ്രോപ്പ്. എന്താണ് ഒരുമിച്ച് ഡ്രോപ്പ് ആയാൽ ഇതും അതും ഡ്രോപ്പ്. ഇപ്പൊ ടെൻഷൻ കൂടിയില്ലേ? നീ ടെൻഷൻ കൂടി. കൈതൊട്ട് കളിയിൽ 16 എന്ന ആൻസർ ഓപ്ഷനിൽ 4 ലക്ഷം വെച്ചത് പോയി. പണം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലാണ് തൊട്ടത്. പക്ഷെ ഇപ്പോഴത് മനസ്സിലായത്. കിട്ടാനുള്ള തൊടാൻ പറഞ്ഞു, പോകാനുള്ളത് തന്നെ തൊട്ടത്. പോകാനുള്ളത് തൊട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്നോട് ആദ്യം പറഞ്ഞില്ല, അതുകൊണ്ട് പോയി. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ ശരിക്കും ചോദിക്കണ്ടേ? 18 ലക്ഷത്തിൽ ഇപ്പം 2 ലക്ഷം ഉണ്ട്. അതുമായി അടുത്ത റൗണ്ടിലേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. ഓക്കെ, ടോപ്പ് ഓർ ഡ്രോപ്പ്? താഴെ പോകണം. റൗണ്ടിൽ കിടന്നില്ലേ? അത് മതി. അവിടുന്ന് എടുത്ത് വെക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ? അല്ല, ഞാൻ എടുത്ത് വെക്കാൻ ആ, തുടങ്ങി. അവിടുന്ന് എടുത്ത് വെക്കാൻ വേണ്ടിട്ട് എടുത്തായിരുന്നു, എന്നിട്ട് വീണ്ടും വെച്ചതാ. 16-ലുള്ളത് 18-ൽ വെക്കാമായിരുന്നു അല്ലേ? അല്ല, എടുക്കുവാണേലും 16 എടുക്കുള്ളായിരുന്നു. ഓക്കെ, 18 എനിക്കൊരു ചെറിയ ഏതായാലും അതെപ്പോഴും അങ്ങനെ. അവസാനം ഓടുന്നില്ല. നിങ്ങൾ വിചാരിച്ച ആൻസർ ശരിയല്ലായിരുന്നു, അവസാനം വേറെ ആൻസർ ആണ് ശരിയെന്ന് കാണുമ്പോ ഓ എനിക്ക് അറിയായിരുന്നു ആദ്യേ. പിന്നെ ധൈര്യമായിട്ട് പറയുന്നത്. പിന്നെ ധൈര്യമായിട്ട് പറയാം. അമ്മ എനിക്ക് അറിയായിരുന്നു അതായിരുന്നു ശരിയായ ഉത്തരം, പക്ഷെ എന്നാലും ഞാൻ അത് പണ്ട് മുതലേ അങ്ങനെയാ. നമുക്കൊക്കെ മുമ്പേ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് അത്. കുഴപ്പമില്ല. പറയൂ. രണ്ട് മക്കളല്ലേ ഉള്ളത്? എന്ത് ചെയ്യുന്നു അവർ രണ്ടുപേരും? അംജോ, അവര് രണ്ടുപേരും എന്താണ് പഠിക്കാൻ. പേര്? ആംജോ. ആംജോ അംജോ ആൻഡ് ജയം ജയോ അംജോ ആംജോ ആൻഡ് അനുജ അനുജ. അനു.